ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇപ്പോൾ നമ്മുടെ പുതിയ വീട്ടിൽ എല്ലാവർക്കും സ്വാഗതം ഗായ്സ്. എല്ലാവർക്കും സുഖമാണോ ഗായ്സ്? ഇവിടെ എല്ലാവർക്കും സുഖമാണ് കേട്ടോ. ഞാൻ എൻ്റെ ഇന്നത്തെ കൊച്ചു വിശേഷങ്ങളായിട്ടാണ് വന്നേക്കുന്നത് കേട്ടോ. ഒരു ചെറിയ ഡേ മൈ ലൈഫാണ് കേട്ടോ. അപ്പം അച്ഛൻ കുറച്ച് മാങ്ങ കൊണ്ടുവന്നായിരുന്നു കേട്ടോ. അപ്പം അമ്മ ഞാനെല്ലാം കഴുകി കൊടുത്തായിരുന്നു കേട്ടോ. കാണുമ്പോൾ പച്ച ആപ്പിൾ പോലെ തന്നെ ഉണ്ടല്ലേ. അപ്പോൾ അതെല്ലാം അമ്മ അച്ചാറിന് വേണ്ടി മുറിച്ചുകൊണ്ടിരിക്കും കേട്ടോ. ആ ഒരു ഗ്യാപ്പിൽ വാവോസിതാ അമ്മയുടെ കയ്യിൽ നിന്ന് മാങ്ങ പീസ് എടുത്തുകൊണ്ട് പോകും കേട്ടോ. നാടൻ മാങ്ങ കേട്ടോ. മാങ്ങ സീസണും കഴിഞ്ഞു കേട്ടോ. എന്നാലും ഈ നാടൻ മാങ്ങയൊക്കെ ചിലപ്പോൾ ഇത്തിരി അല്ലറ ചില്ലറ ഓരോ പ്ലേസിലൊക്കെ ഇങ്ങനെ കുറച്ചൊക്കെ ഉണ്ടാവും കേട്ടോ. അപ്പോൾ അച്ഛൻ പോകുന്ന സമയത്ത് കണ്ടാൽ അച്ഛൻ കൊണ്ടുവരും. അവരോട് ചോദിച്ചാൽ അവർ കൊടുക്കും. അച്ഛൻ അറിയുന്ന ആൾക്കാരുണ്ടെങ്കിൽ അച്ഛൻ കൊടുക്കും. അപ്പം അച്ഛൻ അങ്ങനെ കൊണ്ടുപോകുന്നുണ്ട്. പിന്നെ അച്ഛന് ലീവായിരുന്നു കേട്ടോ. ഒന്ന് പണി കുറവായിരുന്നു. അപ്പം അച്ഛൻ കുറച്ച് കപ്പട മറ്റേ സംഭവം കൊണ്ടുവന്നു. കപ്പട എന്താ പറയുന്നത്, അതിൻ്റെ പേര് ഇന്നും എനിക്കറിയത്തില്ല. അപ്പം അച്ഛൻ്റെ അതെല്ലാം നട്ട് വെക്കുകയാണ് കേട്ടോ. കപ്പട തണ്ടാ, എനിക്കതിൻ്റെ പേര് അറിയത്തില്ല കേട്ടോ. അപ്പം അച്ഛനതെല്ലാം മണ്ണെല്ലാം പാത്തി പോലെ ഇങ്ങനെ ആക്കിയിട്ട് അതിൽ നട്ട് വെക്കുക കേട്ടോ. അപ്പോൾ അത് ഞാൻ വീഡിയോ എടുത്തതാണ് കേട്ടോ. ഇവിടെ വേസ്റ്റ് ഇലകളെല്ലാം തീ കത്തിച്ച് കളയുന്ന പ്ലേസാണ് കേട്ടോ. അപ്പോൾ നല്ലവണ്ണം വരും. കറുപ്പ് നിറം കാണുന്നുണ്ടോ? നല്ല കരിമണ്ണാണ് കേട്ടോ. ചാരെല്ലാം മിക്സഡ് ആയിട്ടാണ്. അപ്പോൾ അവിടെ വെച്ചാൽ നന്നായിട്ട് കപ്പട ചെടി നന്നായി വളരും. അപ്പോൾ അതുകൊണ്ട് അവിടെ തന്നെ വെക്കാമെന്ന് വെച്ചു കേട്ടോ. അച്ഛൻ രണ്ടവിടെയായിട്ട് വെക്കാമെന്ന് ഒരു ലെയർ വെച്ച് കഴിഞ്ഞിട്ടോ. ഇനി നെക്സ്റ്റ് വെക്കും കേട്ടോ. ഇനിയും കുറച്ചുകൂടി ഉണ്ട് കേട്ടോ. അച്ഛൻ ഈവനിങ് ഇങ്ങനത്തെ പണിയെല്ലാം ചെയ്യാറുണ്ട്. പിന്നെ അങ്ങനെ കുറച്ച് മുളക് തൈ, വഴുതനങ്ങ തൈയെല്ലാം ഇത് നേരത്തെ വെച്ചതാട്ടോ. നേരത്തെ മീൻസ് ഇത് വിൽക്കുന്ന ഒരാഴ്ച മുന്നേ വെച്ചതാട്ടോ. അപ്പോൾ അതെല്ലാം അച്ഛൻ മണ്ണൂട്ടി കൊടുത്തായിരുന്നു. മണ്ണൂട്ടി കൊടുത്ത ശേഷമാണ് കപ്പട ചെടി വെക്കുന്നത് കേട്ടോ. ഇതാണ്ടോ ഞങ്ങളുടെ കുഞ്ഞ് കോഴിക്കോട്, ഞങ്ങളുടെ കോഴിയുടെ സ്വർഗം കാണുന്നുണ്ടോ? പിന്നെ ഈ ഫ്രണ്ടിലെ കാണുന്നത് ഞങ്ങളുടെ ചെമ്പരത്തി ചെടിയാണ് കേട്ടോ. ഞങ്ങൾ വേനൽക്കാലത്തെല്ലാം വിട്ടായിരുന്നു. ഇപ്പോൾ മഴയൊക്കെ വീണ്ടും നന്നായി തുളിർന്ന് വരുന്നുണ്ട് കേട്ടോ. ഇതാണ് കാണുന്ന എൻ്റെ സ്വർഗം, എൻ്റെ വൗസിൻ്റെ സ്വർഗം കണ്ടോ. മഴയൊക്കെ ആയതുകൊണ്ട് പിന്നെ വീട്ടിൻ്റെ ഫ്രണ്ടിൽ തന്നെ എന്താ പറയുക, ഡ്രസ്സെല്ലാം ആകെപ്പാടെ ഇട്ടേക്കും കേട്ടോ. പുറത്തിട്ടും പിന്നെ ആ വെള്ളമെല്ലാം വാർന്ന ശേഷം ഞങ്ങൾ തിന്നയിലാണ് കൊണ്ട് ഇടുന്നത് കേട്ടോ. തിന്നയിൽ ഒത്തിരി ഡ്രസ്സ് ഇടാൻ പറ്റുന്നുണ്ട്. കുറേ ആയൊക്കെ കെട്ടി വെച്ചിട്ടുണ്ട്. അപ്പം അങ്ങനെ അതെല്ലാം കഴിഞ്ഞ ശേഷം ചോറിന് വെള്ളം വെക്കാൻ പോകണം കേട്ടോ. മഴയൊക്കെ ആയതുകൊണ്ട് തീയാണെങ്കിൽ കത്തൊന്നുമില്ല. എങ്ങനെയൊക്കെയോ ഒരുവിധം ഒപ്പിച്ചെടുത്തു. ഓല വെച്ചിട്ടും കുഞ്ഞു വിറകെല്ലാം വെച്ചിട്ടും അങ്ങനെ തീ കത്തിച്ചുകൊണ്ടിരിക്കുക കേട്ടോ. വേനൽക്കാലത്താണെങ്കിൽ പെട്ടെന്ന് തീ കത്തുമായിരുന്നു. മഴക്കാലമായതുകൊണ്ട് പെട്ടെന്ന് കത്തത്തുമില്ല. അതിൻ്റെ അടുത്ത് തന്നെ കുറേ നേരം നിന്ന് ഇങ്ങനെ നല്ലവണ്ണം തീയെല്ലാം പിടിപ്പിച്ചിട്ട് വേണം പിന്നെ എണീറ്റ് പോകാൻ. ഇല്ലെങ്കിൽ ഞാൻ തീ കത്തിച്ചുകൊണ്ട് എണീറ്റ് പോയത് അത് അങ്ങനെ തന്നെ കെട്ടുപോയി കിടക്കുന്നുണ്ടോ. തീയൊക്കെ ആകെ കത്താതെ അങ്ങനെ തന്നെ കിടക്കും. അപ്പം മഴക്കാലമായതുകൊണ്ട് ഒത്തിരി ടൈം അവിടെ തന്നെ നിൽക്കണം. വേനൽക്കാലത്താണെങ്കിൽ പെട്ടെന്ന്. അപ്പോൾ അങ്ങനെ മിനിയിട്ടാണ് കത്തുന്നത്. പിന്നെ ചോറ് എപ്പോഴും അടുപ്പിലാട്ടാണ് വെക്കുന്നത്. ഗ്യാസിലൊന്നും വെക്കത്തില്ല. കാരണം വേഗം വീഴുന്ന അരി തന്നെ അങ്ങനെ ചോറ് വെച്ചിട്ട് നമുക്ക് വെള്ളമെല്ലാം വെക്കുന്നുണ്ടോ. അപ്പം അങ്ങനെ ഒരുവിധം ഒപ്പിച്ച് തീയെല്ലാം കത്തിയായിരുന്നു. പിന്നെ അങ്ങനെ ചോറിന് ചട്ടിയിൽ വെള്ളം വെച്ചിട്ടോ. എന്നിട്ട് പോലും മിന്നായം പോലെ കത്തുന്നേ, പവറായിട്ടൊന്നും കത്തുന്നില്ല. അപ്പോൾ ഇതേക്ക് നമ്മുടെ അമ്മ മാങ്ങയെല്ലാം മുറിച്ച് കഴിയാറായിട്ടോ. കഴിഞ്ഞു. ഇതിൻ്റെ ഗ്യാപ്പിൽ നല്ല ചിരിഞ്ഞ മാങ്ങയൊക്കെ ഞാൻ കഴിക്കാറുണ്ട് കേട്ടോ. നല്ല ടേസ്റ്റുള്ള മാങ്ങ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുമ്പോൾ ഓരോന്നും കഴിക്കാറുണ്ട്. അപ്പം അങ്ങനെ നമ്മുടെ അരി ഇടാൻ പോകും. നമ്മുടെ വെള്ളമെല്ലാം തിളച്ച ശേഷം ഞാൻ അരിയിടാൻ പോവാണ് കേട്ടോ. റേഷൻ അരി കേട്ടോ. ഇവിടെ എല്ലാവർക്കും റേഷൻ അരിയാണ് ഒത്തിരി ഇഷ്ടം. വേറെ അരിയൊന്നും ഇഷ്ടമല്ല കേട്ടോ. മറ്റേ പെട്ടെന്ന് ആ ഉരുണ്ട പോലത്തെ അരിയില്ലേ, എന്താ പറയുന്നത്, AST അജയ് അങ്ങനത്തെ അരിയൊന്നും ഇഷ്ടമല്ല. അപ്പോൾ റേഷൻ കടയിൽ നിന്ന് കിട്ടിയില്ലെങ്കിലും പുറത്ത് മേടിക്കുകയാണെങ്കിലും ഇവിടുന്ന് റേഷൻ കടയിലത്തെ അരി മാത്രമേ മേടിക്കത്തുള്ളൂ. അച്ഛൻ എവിടെന്നെങ്കിലൊക്കെ കിട്ടിയില്ലെങ്കിൽ ഒത്തിരി കട ചെരിഞ്ഞെങ്കിലും അച്ഛൻ മേടിച്ചുകൊണ്ട് വരും. കാരണം വേറെ അരി ആർക്കും ഇറങ്ങത്തില്ല എന്ന് വെച്ചാൽ വലിയ അരിയാണ്. അത് ഇത്ര ഇഷ്ടമല്ല. പിന്നെ അങ്ങനെ നെക്സ്റ്റ് പരിപാടി എന്നിട്ട് പരിപ്പ് എടുത്തു കേട്ടോ. സാമ്പാർ വയ്ക്കാൻ പോകണം. വലിയ സാമ്പാറൊന്നുമില്ല, ഒരു കുഞ്ഞ് സാമ്പാർ, കുറച്ച് കഷ്ണങ്ങൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ അതൊക്കെ കൂടിയിട്ട് സാമ്പാർ വയ്ക്കാൻ പോകണം കേട്ടോ. അപ്പോഴേക്കും അമ്മ മാങ്ങയെല്ലാം സെറ്റാക്കി തന്നായിരുന്നു. അപ്പോൾ നമുക്ക് അച്ചാർ കടുകെല്ലാം പൊട്ടിച്ച് റെഡിയാക്കാമെന്ന് വെച്ചു. അപ്പം മുറിച്ച് വെച്ചിട്ട് അവിടെ ഒരു ഭാഗത്തേക്ക് വെക്കുന്നത്. അപ്പോൾ അച്ചാർ റെഡിയാക്കി മാറ്റി വെച്ചാൽ പിന്നെ ആ ജോലി കഴിഞ്ഞില്ലേ. അപ്പം അങ്ങനെ ഞാൻ ചീനച്ചട്ടി വെച്ച് കുറച്ച് എണ്ണയൊക്കെ വെച്ച് കുറച്ച് കടുകൊക്കെ ഇട്ട് കൊടുത്തായിരുന്നു കേട്ടോ. കടുക് അത് ചെടപെടേന്ന് അങ്ങ് പൊട്ടാൻ തുടങ്ങി. ഞാൻ കുറച്ച് മാറി നിന്നിട്ടോ. എൻ്റെ കയ്യിലെല്ലാം തെറിക്കുന്ന വെച്ച് ഞാൻ എണ്ണയിൽ എന്തിട്ടാലും എൻ്റെ കയ്യിൽ പെട്ടെന്ന് തെറിക്കും. അപ്പോൾ അതുകൊണ്ട് ഞാൻ കുറച്ച് ലോങ്ങേ നിൽക്കത്തുള്ളൂ കേട്ടോ. പിന്നെ അങ്ങനെ ഞാനതിൽ ഉലുവാപ്പൊടി പൊടിച്ച് വെച്ചായിരുന്നു. പിന്നെ വെന്തയപ്പൊടി
രണ്ടും ഒന്ന് തന്നെയല്ലേ, സോറി. വെന്തയപ്പൊടി പിന്നെ എന്താണ് കായപ്പൊടിയും കൂടി ഇട്ടായിരുന്നു കേട്ടോ. പിന്നെ ആ എണ്ണയിൽ തന്നെ കുറച്ച് മുളക് പൊടിയും കുറച്ച് മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ടായിരുന്നു. ഇട്ടിട്ട് ആ എണ്ണയിൽ തന്നെ ഒന്ന് ചൂടാക്കി കേട്ടോ. കാരണം പച്ച സ്മെല്ല് പോകാൻ വേണ്ടിയിട്ട് നമ്മൾ ഡയറക്റ്റായിട്ട് നമ്മൾ മാങ്ങയിൽ തന്നെ മുളക് പൊടി ഇടുമ്പോൾ ആ പച്ച സ്മെല്ല് എന്തായാലും ഉണ്ടാവും. അപ്പോൾ കുറച്ച് എണ്ണയിൽ കുറച്ച് ചൂടാക്കി ആ പച്ച സ്മെല്ല് ഉണ്ടാവത്തില്ല കേട്ടോ. ആ ഗ്യാപ്പിൽ ഞാൻ കറിവേപ്പില ഇടാൻ മറന്നുപോയി. കടുക് ഇട്ടതും കറിവേപ്പില ഇടേണ്ടതാണ്, ഞാൻ മറന്നു പോയായിരുന്നു. ലാസ്റ്റ് ആ മുളക് പൊടി തന്നെ കറിവേപ്പില ഇട്ടു, സാരമില്ല. എന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും 2 ഇളക്കൊക്കെ കൊടുത്തു കേട്ടോ. നെക്സ്റ്റ് ആ മാങ്ങയൊക്കെ അങ്ങോട്ട് വാരിയിടാൻ തുടങ്ങി. ആ ഗ്യാപ്പിൽ ഞാൻ ഓരോന്ന് ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുക കേട്ടോ. മാങ്ങ കിട്ടുന്ന സമയത്ത് കഴിക്കാൻ തോന്നത്തില്ല, അപ്പം മാങ്ങയുടെ സീസൺ കഴിയാനാകുമ്പോഴാണ് കഴിക്കാൻ തോന്നുന്നത്. കാരണം ഈ മാങ്ങ നല്ല ടേസ്റ്റ് കേട്ടോ, മധുരമുണ്ട്. മധുരമുള്ള മാങ്ങയെല്ലാം അമ്മ മുറിച്ച് തന്നാൽ ഞാൻ അച്ചാറുണ്ടാക്കുമ്പോഴത്തേക്കും ഒരു മാങ്ങയൊക്കെ ഇങ്ങ് കഴിച്ച് തീരും, കുറച്ച് കഴിച്ച് തീരും കേട്ടോ. അപ്പം അങ്ങനെ നമ്മൾ അച്ചാറൊക്കെ റെഡിയാക്കി വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വെച്ചു കേട്ടോ. അപ്പം നമ്മൾ നെക്സ്റ്റ് പരിപാടി വന്നിട്ട് തേങ്ങ ചൂടാക്കാൻ പോകുന്നു കേട്ടോ. ഇവിടെ എന്ത് കറി വെക്കുകയാണെങ്കിലും നമ്മൾ തേങ്ങ മസ്റ്റായി ചൂടാക്കും കേട്ടോ. വല്ലപ്പോഴും ടൈം കിട്ടാത്ത ആ സമയത്ത് മാത്രമേ നമ്മൾ പച്ച തേങ്ങ വെച്ച് അരയ്ക്കത്തുള്ളൂ. അപ്പം അങ്ങനെ എൻ്റെ പയറും റെഡി ആവാറായിട്ടോ. അങ്ങനെ നമ്മുടെ പയർ വേവിക്കാൻ വെച്ചു കേട്ടോ. നമ്മൾ പയർ ഫസ്റ്റ് വേവിച്ചിട്ടാണ് പിന്നെ അതിനൊപ്പം കടുക് പൊട്ടിക്കുന്നത്. അപ്പം അങ്ങനെ പയറൊക്കെ വെള്ളം വെറ്റാറായിട്ടോ, വേകാറായി. അപ്പോൾ ഞാൻ ഇവിടെ കുറേ സംഭവങ്ങൾ സെറ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഉള്ളി, കറിവേപ്പില, പിന്നെ അതിൻ്റെ പേര് കിട്ടുന്നുമില്ല, വെളുത്തുള്ളി, തേങ്ങ പറഞ്ഞ സംഭവം എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. തേങ്ങ മാത്രം ഞാൻ ചുരണ്ടി കേട്ടോ. ബാക്കിയെല്ലാം പച്ചമുളക്, ഉള്ളി ഇതെല്ലാം അമ്മ തന്നെ സെറ്റാക്കി തന്നെ. അമ്മയ്ക്ക് വയ്യാത്തതുകൊണ്ട് അമ്മയ്ക്ക് നടന്നിട്ടുള്ള പണിയൊന്നും ചെയ്യാൻ പറ്റത്തില്ല. അപ്പം അമ്മ അതുകൊണ്ട് ഇരുന്നിട്ട് കഷ്ണങ്ങൾ പച്ചക്കറിയെല്ലാം കട്ട് ചെയ്ത് അങ്ങനത്തെ പണിയെല്ലാം ചെയ്യുന്നത്. തേങ്ങ നാൻ തന്നെയാണ് ചുരണ്ടി കേട്ടോ. അങ്ങനെ ഞങ്ങൾ തേങ്ങയെല്ലാം ചുരണ്ടി എല്ലാം സെറ്റാക്കി പയറുപ്പേരിയെല്ലാം സെറ്റാക്കാൻ പോവാണ് കേട്ടോ. അതാ സിമ്മിൽ വെച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഇളക്കിക്കൊണ്ട് വയ്ക്കുക കേട്ടോ. 2 അടുപ്പിൽ 2 ഉണ്ട്. ഒന്നിൽ പയറും ഒന്നിൽ കടുക് പൊട്ടിച്ചിട്ട് ഉള്ളി തേങ്ങയെല്ലാം സെറ്റാക്കിക്കൊണ്ടിരിക്കും കേട്ടോ. അപ്പോഴത്തേക്ക് നമ്മുടെ പരിപ്പ് കുക്കറിൽ നേരത്തെ തന്നെ വേവിച്ച് വെച്ചായിരുന്നു. അതിൽ ഞാൻ ഉരുളക്കിഴങ്ങ്, തക്കാളി ആ സംഭവങ്ങളൊക്കെ ഇട്ട് കൊടുത്തു കേട്ടോ. ഇവിടെ ഉരുളക്കിഴങ്ങ് തൊലി കളയാതെ വെക്കുന്നത് കേട്ടോ. നല്ലോണം കഴുകിയിട്ട് തന്നെ വെക്കുന്നത്. കാണുമ്പോൾ ഇവിടെ തൊലി കളയാതെ വെക്കുന്നതാണ് ഒത്തിരി ഇഷ്ടം കേട്ടോ. കാരണം തൊലി കളയുന്നേക്കാളും കളയാതെ വെക്കുമ്പോൾ എന്തൊരു ടേസ്റ്റ് പോലെ തോന്നുന്നു. അപ്പോൾ അതുകൊണ്ട് ഞാൻ അമ്മ ഇന്ന് തൊലിയൊന്നും കളയണ്ടെന്ന് വെച്ച് അങ്ങനെ നല്ലോണം കഴുകി കൊടുത്ത ശേഷമാണ് നമ്മൾ കട്ട് ചെയ്തത് കേട്ടോ. അതാണ് തൊലിയെല്ലാം കാണുന്നത്. അപ്പം അങ്ങനെ നമ്മൾ ഉള്ളിയും പച്ചമുളകെല്ലാം നന്നായിട്ട് വറുത്ത ശേഷം അതിൽ കുറച്ച് തേങ്ങ ഇട്ട് കൊടുത്തായിരുന്നു. തേങ്ങ ഇട്ട് കൊടുത്തിട്ട് ഒരുപാടൊന്നും ചൂടാക്കണം കേട്ടോ. ജസ്റ്റ് ഒന്ന് വാട്ടിയാൽ മതി കേട്ടോ. അങ്ങനെ നമ്മുടെ പയറിലെ വെള്ളവും വെറ്റി കഴിഞ്ഞു കേട്ടോ. ഇച്ചിരി വെള്ളമുണ്ട്, അപ്പോൾ അതുകൊണ്ടാണ് അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കുന്നത്. എന്നിട്ട് വേണം അത് തേങ്ങയെല്ലാം വറുത്തത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാൻ കേട്ടോ. രണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ ഇളക്കിക്കൊണ്ടേ ഇരിക്കുക കേട്ടോ. ഇത് കുഞ്ഞടുപ്പിലാണ് വെച്ചേക്കുന്നത്, അതുകൊണ്ട് പെട്ടെന്ന് വെള്ളം വെട്ടത്തില്ല കേട്ടോ. ഇനി കുറച്ച് വെള്ളം വെച്ചാൽ മതി. ഞാൻ കുറച്ച് കൂടുതലാണ് വെച്ച് പോയിട്ടോ. വെന്ത് കഴിഞ്ഞു, ഇനിയിപ്പോൾ ആ വെള്ളം ഒഴിച്ച് കളയാൻ പറ്റത്തില്ല. അപ്പോൾ ഒഴിച്ച് കഴിഞ്ഞാൽ ആ ഉപ്പേരിയുടെ അതെല്ലാം പോകുമെന്ന് അമ്മ പറഞ്ഞു. അപ്പോൾ പിന്നെ വീണ്ടും ഞാൻ ആ വെള്ളം വെട്ടിച്ചുകൊണ്ടിരിക്കുക കേട്ടോ. അപ്പോൾ അങ്ങനെ വെള്ളമെല്ലാം വെറ്റിയ ശേഷം ഞാൻ ആ തേങ്ങ കടുക് പൊട്ടിച്ച് ഉള്ളിയെല്ലാം വറുത്തതെല്ലാം അതിലേക്ക് ഇട്ട് കൊടുത്തു കേട്ടോ. ഇവിടെ മുളക് പൊടി ഇടുന്നത് അത്ര ഇഷ്ടമല്ല കേട്ടോ. പച്ചപ്പയർ ഉപ്പേരിയിൽ ഞങ്ങൾ കൂടുതൽ ഇങ്ങനെയാണ് വെക്കാറ്. തേങ്ങയെല്ലാം ചിരണ്ടി പച്ചമുളക്, ഉള്ളിയെല്ലാം വെളുത്തുള്ളിയെല്ലാം ഇട്ടാണ് വെക്കുന്നത്. മുളക് പൊടി ഇതിൽ ഇടത്തില്ല കേട്ടോ. അപ്പം അങ്ങനെ നമ്മുടെ പയർ ഉപ്പേരി റെഡിയായി കഴിഞ്ഞു കേട്ടോ. അങ്ങോട്ടും ഇങ്ങോട്ടും അപ്പം ഞാൻ ഉപ്പെല്ലാം സെറ്റാണ് കേട്ടോ. ഞാൻ കഴിച്ച് നോക്കിയായിരുന്നു, ഉപ്പ് കൂടിയതൊന്നുമില്ല കേട്ടോ. ചില സമയത്ത് നമ്മൾ അറിയാതെ ഇട്ട് പോകും, ഉപ്പില്ല എന്ന് പറഞ്ഞ് ഇട്ടിട്ട് കൂടി പോകും കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ചേ ഇട്ടുള്ളൂ കേട്ടോ. ആവശ്യം ഉപ്പ് കുറവാണെങ്കിൽ വീണ്ടും ഇട്ട് കൊടുക്കാമല്ലോ. അപ്പം അങ്ങനെ നമ്മൾ അതൊക്കെ റെഡിയാക്കി കഴിഞ്ഞു. നെക്സ്റ്റ് പരിപാടി വന്നിട്ട് ഞാൻ ആ ഉപ്പേരിക്ക് കടുക് പൊട്ടിച്ച് ആ ചീഞ്ചട്ടി തന്നെയാണ് കേട്ടോ തേങ്ങ ചൂടാക്കാൻ പോകണം. വേറെ ചീനച്ചട്ടിയൊന്നും എടുത്തില്ല കേട്ടോ. അതാണ് ആ ചീഞ്ചട്ടിയിലെല്ലാം തേങ്ങ കാണുന്നത്. എനിക്ക് വേറെ എടുക്കാൻ വയ്യ, അപ്പോൾ ഞാൻ അതിൽ തന്നെ ഇട്ടു. അപ്പോൾ കുറച്ച് വെന്തയും ജീരകവും അതിനൊപ്പം തന്നെ കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തു കേട്ടോ ചൂടാക്കാൻ. അപ്പം നല്ല മണമുണ്ടാകും. നമ്മൾ തേങ്ങ ചൂടാക്കുമ്പോൾ ഈ സംഭവങ്ങളെല്ലാം ചേർത്തിയാൽ തേങ്ങയ്ക്ക് പ്രത്യേകിച്ച് മണം കേട്ടോ. അതിൻ്റെ ഒപ്പം കുറച്ച് കായപ്പൊടി ഇട്ട് കൊടുത്തു കേട്ടോ. കായത്തിൻ്റെ ആ മറ്റേ കട്ടയുണ്ട് കേട്ടോ, അത് പൊടിച്ചാൽ കിട്ടുന്നില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഈ പൊടി തന്നെ ഇട്ടു കേട്ടോ. ഈ പൊടിയേക്കാളും കായത്തിൻ്റെ കട്ടയാണ് നല്ലത് കേട്ടോ. അപ്പോൾ അത് അമ്മക്കല്ലിൽ കുത്തിപ്പൊടിച്ച് വയ്ക്കണം, എന്നാലേ ഇതുപോലെ ഉണ്ടാക്കുമ്പോൾ പെട്ടെന്ന് എടുക്കാൻ പറ്റത്തുള്ളൂ. അപ്പം അങ്ങനെ കുറച്ച് തേങ്ങയൊക്കെ ഞാൻ അതിൻ്റെ ഒപ്പം ഇട്ട് ചൂടാക്കിട്ടോ. തേങ്ങ നല്ല ബ്രൗൺ നിറത്തിൽ ചൂടാക്കി എടുക്കണം കേട്ടോ.
നമ്മൾ തേങ്ങ ചൂടാക്കിയല്ലേ നല്ല മണവും അതുപോലെ തന്നെ കറി നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഞാൻ മറ്റേ അടുപ്പിൽ ഞാൻ കഷ്ണങ്ങൾ പരിപ്പിൻ്റെ ഒപ്പം കഷ്ണങ്ങളായിട്ട് വേവിക്കുക കേട്ടോ. അപ്പോൾ കഷ്ണം വേണ്ട പിന്നെ തേങ്ങയെല്ലാം ചുരണ്ടി അരച്ച് വെച്ചാൽ പെട്ടെന്ന് കറിയാവുമെന്ന് വെച്ചു. അങ്ങനെ ഞാനെല്ലാം ചൂടാക്കി അതിൻ്റെ ഒപ്പം തന്നെ മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും മല്ലിപ്പൊടി ഇച്ചിരി സാമ്പാർ പൊടി ഇങ്ങനെ ചേർത്ത് ചൂടാക്കി കേട്ടോ. ചൂടാക്കിയ ശേഷം ഞാൻ നന്നായി ആറാൻ വെച്ചോട്ടോ, അല്ലെങ്കിൽ എൻ്റെ ജാറങ്ങ് ജാമായി പോകും. അപ്പം അങ്ങനെ ഞാൻ എല്ലാം ആറിയ ശേഷം ജാറിലേക്ക് മാറ്റിയിട്ടോ. അതിൻ്റെ പിന്നെ മാങ്ങയുണ്ട് കേട്ടോ. ഇവിടെ മാങ്ങ അച്ഛൻ കൊണ്ടുവന്നായിരുന്നു പറഞ്ഞില്ല, അച്ചാറിട്ടപ്പോൾ കുറച്ച് മാങ്ങയുണ്ടായിരുന്നു. അപ്പോൾ അതും കൂടി സാമ്പാർ പറഞ്ഞാൽ വലിയ സാമ്പാറൊന്നുമില്ല കേട്ടോ, ഒരു കുഞ്ഞു സാമ്പാർ. കഷ്ണങ്ങളെല്ലാം വളരെ കുറവായിരുന്നു. അപ്പോൾ പിന്നെ മാങ്ങയും കൂടി ഇടാമെന്ന് വെച്ചു. ഇവിടെ മാങ്ങയെല്ലാം കറിയിൽ ചേർത്ത് ഒത്തിരി ഇഷ്ടം കേട്ടോ. എനിക്കും മൗസിനും അച്ഛനും എല്ലാവർക്കും ഇഷ്ടമാവുക. പിന്നെ മാങ്ങയെല്ലാം അതിലിട്ടായിരുന്നു. പിന്നെ അങ്ങനെ ഞാൻ തേങ്ങയെല്ലാം അരച്ചായിരുന്നു കേട്ടോ. കാരണം മാങ്ങ ഒരുപാട് വേവിക്കാൻ പറ്റത്തില്ല. അപ്പോൾ ഈ തേങ്ങയുടെ ഈ ചാറ് തിളയ്ക്കുമ്പോഴത്തേക്കും മാങ്ങ വെന്താൽ മതി. അപ്പോൾ അതും ഒപ്പം ഇട്ടു കേട്ടോ. അപ്പം നമ്മൾ നെക്സ്റ്റ് പരിപാടി വന്നിട്ട് ഞാൻ സാമ്പാറിന് കടുക് പൊട്ടിക്കാൻ പോവാണ് കേട്ടോ. എണ്ണ ഒഴിച്ച് കടുകിട്ട് ജീരകം അതിൻ്റെ ഒപ്പം കുറച്ച് ഇട്ടു കേട്ടോ. പിന്നെ അങ്ങനെ അവിടെ കുറേ സംഭവം വെച്ചിട്ടുണ്ട്, വറമുളക് കറിവേപ്പില അതെല്ലാം ഇട്ടു കേട്ടോ. അപ്പം നമ്മളിതൊരു കൊച്ചു വീഡിയോ ആണ് ഗായ്സ്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായി എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ, അതുപോലെ തന്നെ സപ്പോർട്ടും ചെയ്യണം കേട്ടോ. അപ്പോൾ നമ്മുടെ വീഡിയോ കഴിയാറായിട്ടോ, അതൊരു കൊച്ചു വീഡിയോ ആണ്. അപ്പം നിങ്ങളുടെ സപ്പോർട്ട് എല്ലാ വീഡിയോസിനും എല്ലാത്തിനെയും സപ്പോർട്ട് വേണം കേട്ടോ. അപ്പോൾ നമ്മുടെ വീഡിയോ വൈൻഡപ്പ് ചെയ്യുമ്പോൾ ഇഷ്ടമായ എല്ലാവരും ലൈക്ക് ചെയ്യുക.